ഇതിന് ശേഷമല്ല അവർ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവിടെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ടത് ഈ കാമോ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. കാമാണ് എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കല് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഖുറാനിൽ തന്നെ സൂറ മുസ്സമ്മിലിൽ ഇല്ലാത്ത എന്ന് പറയുന്നത് അള്ളാന്റെ റസൂലിനോട് രാത്രി സമയത്ത് പഠിച്ചോൻ പറയാണ് ഇല്ലാത്ത രാത്രിയുടെ കുറച്ചു നേരം റസൂലെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അതേ സൂറ മുസ്സമ്മിലിന്റെ തൊട്ടുടനെ സൂറ മുദ്ദസ്സിറിൽ എത്തുമ്പോൾ അള്ളാഹുവിന്റെ ആ ഭാഷ അതേ ഭാഷയാണ് ശബ്ദം പറയാൻ ഖുൻ ഫഅൻദിർ എന്നാണ്. ഖുൻ ഫഅൻദിർ, റസൂലേ എഴുന്നേറ്റ് നിൽക്കുക, ആദർശ പ്രബോധനം നടത്തുക, മുന്നറിയിപ്പുകൾ കൊടുക്കുക, ആളുകളെ നേരായ വഴിയിൽ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള ഒരു സ്പേസ് മുസ്ലിമിലില്ല. ഇരിക്കാനുള്ള സ്പേസിൽ എപ്പോഴും നിന്നുകൊണ്ടിരിക്കുക. ആ നൃത്തം ഒരു പക്ഷെ അള്ളാന്റെ മുന്നിലുള്ള നൃത്തായിരിക്കും, അത് കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ നൃത്തായിരിക്കും, അത് കഴിഞ്ഞാൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള നൃത്തായിരിക്കും, അത് കഴിഞ്ഞാൽ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ നൃത്തായിരിക്കും. ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കേണ്ട ആളാണ്. ആ മുദ്ദസ്സിറിനും കഴിഞ്ഞ് കഹ്ഫിലേക്ക് എത്തുമ്പോൾ ഇഫ്താമു എന്ന് പറയുന്ന അവിടെ കാമാന്ന് ഉപയോഗിച്ചത് ആ സ്ഥൈര്യത്തെ കുറിച്ച് പറയാനാണ്, ആ ധൈര്യത്തെ കുറിച്ച് പറയാനാണ്, അവരുടെ തീരുമാനത്തിന്റെ ശക്തിയെ കുറിച്ചിട്ട് പറയാനാണ്. അങ്ങനെ തീരുമാനം എടുത്തപ്പോ എന്താണ് സംഭവിച്ചത്? എങ്ങാനും നമ്മൾ ഈ സമയത്ത് ഒരു കോംപ്രമൈസിന് തയ്യാറായാൽ, ഈ സമയത്ത് ഒരു കോംപ്രമൈസിനോ അഡ്ജസ്റ്റ്മെന്റിനോ നമ്മൾ തയ്യാറായാൽ ഇത്രയും വലിയൊരു സത്യം വരാനിരിക്കുന്ന ജനസമൂഹങ്ങൾ മുഴുവനും അവർക്കെത്താതെ പോകും. അങ്ങനെ അവർ ഗുഹതേടി പോകുന്നു. നാട്ടിലെ അക്രമ അന്തരീക്ഷണങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവരെ ഒരു സേഫ് പ്ലേസ് അന്വേഷിക്കാൻ. ആ സേഫ് പ്ലേസ് അന്വേഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തഫ്സീറുകൾ പറയുന്നത്